ഇന്നത്തെ യാത്ര നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം. മുൻ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഗോകർണയിൽ തന്നെയായിരുന്നു. വീക്കെൻഡ്സും ഹോളിഡേയ്സും ഒക്കെ കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്റ്റേ ഞങ്ങൾക്ക് കിട്ടിയത്. രാവിലെ ഇവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ ഈ യാത്ര ഉത്തര കന്നഡയിലെ സഹ്യാദ്രി മലനിരകളുടെ നടുവിലുള്ള യാന കേവ്സിലോട്ടാണ്. ദശലക്ഷം വർഷം പഴക്കമുള്ള പാറയാണിത്. യാന എന്നാൽ രണ്ട് വലിയ കരിങ്കൽ മലകളാണ്. ഇവിടെ പാർക്കിംഗ് വരെ വാഹനം ചെല്ലുകയുള്ളൂ. പിന്നെ യാനയിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. ഈ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാടിൻ്റെ നല്ല പച്ചപ്പും നീർച്ചോലകളും പിന്നെ പക്ഷികളുടെ ശബ്ദവും ഒക്കെ ആസ്വദിക്കാൻ സാധിക്കും. 1 മണിക്കൂർ എടുക്കും കുത്തനെയുള്ള പടികൾ കയറി യാനയിലേക്ക് എത്താൻ. പോകുന്ന വഴിയിൽ തന്നെ ഒരു ചെറിയ മഹാഗണപതി ക്ഷേത്രമുണ്ട്. കാടിന്റെ നടുവിൽ സ്വയം ഉണ്ടായ ഗണപതി വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. കുറച്ചങ്ങ് ദൂരമെത്തുമ്പോൾ 1200 വർഷം പഴക്കമുള്ള 2 കറുത്ത കരിങ്കൽ പാറകൾ കാണാൻ സാധിക്കും. ഇതാണ് ഈ ആനയുടെ 2 ശിഖരങ്ങൾ. ആദ്യം കാണുന്നത് ശിവന്റെ പേരിലുള്ള ഭൈരവേശ്വര ശിഖരമാണ്. ഇത് 390 അടി ഉയരമുള്ള കറുത്ത ലൈംസ്റ്റോൺ കൊണ്ടുണ്ടായതാണ്. ഇതിന്റെ തൊട്ട് താഴെ തന്നെ ഭൈരവേശ്വര ക്ഷേത്രവും ഗുഹയുമുണ്ട്. ഇനി രണ്ടാമതായി മോഹിനി ശിഖരമാണ്. ഇത് 300 അടി ഉയരമുള്ള മഹാവിഷ്ണുവിന്റെ മോഹിനി അവതാരവുമായി ബന്ധപ്പെട്ടതാണ്. ഭൈരവേശ്വര ശിഖരയെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്, പക്ഷെ കാണാൻ അത്ര തന്നെ ഗംഭീരവുമാണ്. ഈ മോഹിനി ശിഖരത്തിന് ഒരു ഐതിഹ്യം കൂടിയുണ്ട്. പണ്ട് പുരാണത്തിൽ ഭസ്മാസുരനെ വിഷ്ണു മോഹിനിയായി വന്ന് വഞ്ചിച്ച സ്ഥലം എന്നാണ്. ഇപ്പോഴും ഈ കഥ കർണാടകയിൽ യക്ഷഗാന കലാരൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ഇതാണ് മോഹിനി ശിഖരത്തിന്റെ താഴെയുള്ള പ്രധാന ഗുഹ. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഗുഹയുടെ ഉള്ളിലോട്ട് ആർക്കും പ്രവേശനമില്ല. പിന്നെ അവിടെ നിന്ന് പതിയെ തിരിച്ച് താഴേക്കെത്തി. പുറത്തിറങ്ങിയ ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നത് കർണാടകയുടെ തന്നെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്കായിരുന്നു. യാത്ര ചെയ്യുന്നതിനിടെയാണ് പെട്ടെന്നൊരു ടവർ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാണ് ടാജ് ടവർ. ശരിക്കും ഇതൊരു വാട്ടർ ടവർ ആണ്. പിന്നെ യാത്രയിലുടനീളം റോഡിന്റെ ഇരുവശങ്ങളിലും സൂര്യകാന്തി തോട്ടങ്ങൾ കാണാൻ സാധിച്ചു. ഇതൊക്കെ കർഷകരുടെ സ്വകാര്യ കൃഷിയിടങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉള്ളിലോട്ട് പ്രവേശനമില്ല. പിന്നെ കൗതുകമുണർത്തുന്ന കാഴ്ചകളായി കാളവണ്ടിയും കാണപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കർണാടകയിലെ തന്നെ ബാഗൽകോട്ട് ജില്ലയിലെ ചെറിയൊരു പട്ടണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ചാലൂക്യന്മാരുടെ തലസ്ഥാനം, കല്ലിൽ കൊത്തിയ കഥകൾ. നമുക്കൊന്ന് 1400 വർഷം പിന്നിലേക്ക് പോയാലോ? ഇതാണ് ബാദാമി. ഇവിടെ പ്രധാനമായും 4 ഗുഹാക്ഷേത്രങ്ങളാണുള്ളത്. ഇപ്പോൾ അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലായതുകൊണ്ട് ചെറിയൊരു കൗണ്ടർ ഫീ ഉണ്ട്. ഈ കാണുന്നതാണ് ശിവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന 1ാമത്തെ ഗുഹാക്ഷേത്രം. പടി കയറി മുകളിൽ ചെല്ലുമ്പോൾ തന്നെ ദ്വാരപാലകരുടെ ശില്പങ്ങളും പിന്നെ 18 കൈകളുള്ള നടരാജ ശില്പവും കാണാൻ സാധിക്കും. ഈ ഗുഹാക്ഷേത്രം പണിതത് മംഗളേശ രാജാവാണ്. ചുറ്റോട് ചുറ്റുമുള്ള ഓരോ ചുമരുകളിലും ശിവപുരാണ കഥകളും കാണാൻ സാധിക്കും. ഇനി നമുക്ക് 2ാമത്തെ ഗുഹാക്ഷേത്രത്തിലേക്ക് പോകാം. ഇതാണ് വിഷ്ണുവിന്റെ 2ാമത്തെ അവതാരമായ വരാഹന്റെ ഗുഹാക്ഷേത്രം. ശരിക്കും ഇതൊരു ചെറിയ ഗുഹയാണെന്ന് തോന്നും, പക്ഷെ കൊത്തുപണിയുടെ കാര്യത്തിലൊന്നും ഒരു കുറവുമില്ല. ഭയങ്കരം തന്നെയാണ് കാണാൻ. ഇനി ഇവിടുന്ന് ബാദാമിയുടെ ഹൈലൈറ്റ്, അതായത് ഏറ്റവും വലിയ ഗുഹയായ 3ാമത്തെ ഗുഹാക്ഷേത്രത്തിലോട്ട് പോകാം. ഈ ഗുഹ ശരിക്കും വിഷ്ണുവിന് വേണ്ടി പണിതതാണ്. 12 തൂണുകളുള്ള വലിയ മണ്ഡപവും പിന്നെ മുകളിലേക്ക് നോക്കിയാൽ 1400 വർഷം പഴക്കമുള്ള ലോട്ടസ് ഡിസൈൻ പെയിന്റിങ്ങും ഒക്കെ കാണാൻ സാധിക്കും. ഈ തൂണുകളിൽ തട്ടിയാൽ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ഇതിനെ സംഗീത തൂണുകൾ എന്നും പറയപ്പെടാറുണ്ട്. ഇനി നമുക്ക് ബാദാമിയിലെ ചെറുതും മുകളിലെത്തിയതും പിന്നെ 4ാമത്തേതുമായ ഗുഹാക്ഷേത്രത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആദ്യത്തെ 3 ഗുഹകളും ഹിന്ദു ക്ഷേത്രങ്ങളാണെങ്കിൽ 4ാമത്തേത് പൂർണ്ണമായും ജൈനമതത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് 7ാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത്. ജൈനമതത്തിലെ 24ാമത്തെ തീർത്ഥങ്കരനായ മഹാവീരന്റെ ഇരിക്കുന്ന രൂപത്തിലുള്ള വലിയൊരു പ്രതിഷ്ഠയാണ് ഈ ഗുഹയ്ക്കുള്ളിലുള്ളത്. ഇതിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്.
ഒരു പൂമുഖം, തൂണുകളോടുകൂടിയ ഒരു വലിയ ഹാൾ, പിന്നെ പ്രധാന പ്രതിഷ്ഠയുള്ള ശ്രീകോവിൽ. ഇത് മലയുടെ ഏറ്റവും മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ബാദാമി പട്ടണവും അഗസ്ത്യ തടാകവും സൺസെറ്റും ഒക്കെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് അഗസ്ത്യ തടാകം. ഋഷി അഗസ്ത്യൻ ഇവിടെ തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇത് ശരിക്കും 1400 വർഷം പഴക്കമുള്ള മനുഷ്യനിർമ്മിത തടാകമാണ്. ചാലൂക്യ രാജാക്കന്മാർ മഴവെള്ളം സംഭരിക്കാൻ വേണ്ടി പണിതതാ. ഇതിന്റെ തീരത്താണ് പ്രസിദ്ധമായ ഭൂതനാഥ ക്ഷേത്രം. അങ്ങനെ ബാദാമിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും യാത്ര തിരിച്ചു. ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നതിനിടയിൽ വഴിയരികിൽ ഒരു സ്ട്രീറ്റ് ഫുഡ് കോർണർ കണ്ടു. അങ്ങനെ അവിടെ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക്.